ലോകത്തെ ഏറ്റവും പുരാതനമായ നഗരമാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ്. പഴയകാല വ്യാപാരികളും സഞ്ചാരികളും തദ്ദേശീയരും എല്ലാം ചേർന്ന് കെട്ടിപ്പടുത്ത സമ്പന്നമായ ചരിത്ര പാരമ്പര്യമുള്ള ഡമാസ്കസ് ഇന്ന് സർവ്വതും നശിച്ച് തകർന്നടിഞ്ഞൊരു നഗരമാണ്. എന്നാൽ മഹത്തായ ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ദുബായ് എന്ന നഗരം ലോകത്തിന്റെ തന്നെ ബിസിനസ് ഹബ്ബായി വളർന്ന് തലയുയർത്തി നിൽക്കുന്നു. ഡമാസ്കസ് തകർന്നടിഞ്ഞ് നാശമായപ്പോൾ ദുബായ് അന്താരാഷ്ട്ര സഞ്ചാരികളുടെ പ്രിയപ്പെട്ട നഗരമായി വളർന്നിരിക്കുന്നു. സിറിയയും UAEയും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. പക്ഷേ ഡമാസ്കസിനെ തരിപ്പണമാക്കിയ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ UAEയിലേക്ക് കടക്കാൻ അവിടുത്തെ ഭരണാധികാരികൾ അനുവദിച്ചില്ല എന്നതാണ് ഈ വ്യത്യാസത്തിന് കാരണം. സിറിയ ഭരിച്ച ഹാഫിസ് അൽ അസാദ് ഷിയ വിഭാഗക്കാരനായിരുന്നു. ഏകാധിപതിയും ക്രൂരനുമായിരുന്നെങ്കിലും ഒരു ഇസ്ലാം ഭൂരിപക്ഷ രാജ്യത്തിൻ്റെതായ യാതൊരുവിധ മതരൂക്ഷതയും സിറിയയിൽ ഇല്ലായിരുന്നു. ഇറാന്റെ സഖ്യകക്ഷി ആയിരുന്നെങ്കിലും അച്ഛൻ അസദിന്റെയും മകൻ ബഷാറിന്റെയും ഭരണത്തിൽ സ്ത്രീകൾക്ക് തുല്യ പദവിയും സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നു. അതേപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ വേട്ടയാടുന്ന ഒരു നടപടിയും അസദ് ഫാമിലി ഇതുവരെ ചെയ്തിട്ടില്ല. സുന്നി ഭൂരിപക്ഷ രാജ്യമായ സിറിയ ഇറാന്റെ സഹായത്തോടെ ഒരു ഷിയ വംശജൻ ഭരിക്കുന്നത് സൗദി അറേബ്യയിലെ പഴമക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. GCCയിൽ നിന്നും പണം ഒഴുകിയപ്പോൾ സായുധ ഗ്രൂപ്പുകൾ അസദിനെതിരെ ശബ്ദമുയർത്തി. അതോടെ മതത്തിന് അടിമയല്ലാത്ത അസദ് നിലനിൽപ്പിനായി ഇറാനൊപ്പം ചേർന്നു. ലെബനോണിലെ ഷിയ സംഘടനയായ ഹിസ്ബുള്ള അസദിനെ ആഭ്യന്തര പോരാട്ടത്തിൽ സഹായിച്ചു. ഇറാനുമായി കൈകോർത്തതോടെ അമേരിക്ക അസദുമായി തെറ്റിപ്പിരിഞ്ഞു. ഇറാൻ ഹിസ്ബുള്ള റഷ്യ കൂട്ടുകെട്ടിന്റെ ബലത്തിലാണ് ബഷാർ അൽ അസദ് മുല്ലപ്പൂ വിപ്ലവത്തെ അതിജീവിച്ചത്. സത്യത്തിൽ സിറിയയിൽ നടന്നു വന്നത് ഷിയ സുന്നി യുദ്ധമായിരുന്നു. ഇറാൻ സിറിയ ഷിയ സഖ്യത്തോടൊപ്പം റഷ്യയും ചേർന്നതോടെ സിറിയക്ക് വീണ്ടും തീപിടിച്ചു. ലണ്ടനിൽ ഡോക്ടറായിരുന്ന മതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ബഷാർ അൽ അസദ് ആഭ്യന്തരത്തെ അതിജീവിച്ച് അധികാരം നിലനിർത്താനാണ് ഹിസ്ബുള്ളയുമായും ഇറാനുമായും കൂട്ടുചേർന്നത്. സിറിയയിൽ മനസാക്ഷിക്കൊന്നും ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല. സ്വന്തം ജനതയ്ക്ക് നേരെ രാസായുധം വരെ ബഷാർ അൽ അസദ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഷാർ അൽ അസദിനെ പുറത്താക്കി പഴയ അൽഖ്വയ്ദ നേതാവ് അബു മുഹമ്മദ് ജൊലാനി നയിക്കുന്ന HTS സിറിയയുടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഈ ഭരണമാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും സിറിയയുടെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സുന്നി വെർഷനാണ് സിറിയയുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ തൽക്കാലം ഒരു മിതവാദി വേഷം അണിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് സ്ഥിരമായ മാറ്റം ഉണ്ടാകില്ല. അവിടെയുള്ള ക്രിസ്ത്യൻസ്, ഷിയ മുസ്ലിങ്ങൾ, കുർദ് വംശജർ, പിന്നെ എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾ, ഇവരുടെ എല്ലാം ജീവിതം നരകതുല്യമായി മാറാനാണ് സാധ്യതകൾ. പൊളിറ്റിക്കൽ ഇസ്ലാമിന് മേൽക്കൈയുള്ള ഒരു സമൂഹത്തിലും മതന്യൂനപക്ഷങ്ങൾക്കും മറ്റ് വംശീയ വിഭാഗങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാനാവില്ല. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഒക്കെ തന്നെ അതിന് ഉത്തമ ഉദാഹരണങ്ങൾ. UAE ഭരണാധികാരി ഏകാധിപതിയാണെന്ന് വേണമെങ്കിൽ പറയാം. സൗദിയിലെ സൽമാൻ രാജകുമാരനും അതുതന്നെയാണ്. പക്ഷേ ഇവരാരും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലിബറലായ കാഴ്ചപ്പാടുകളാണുള്ളത്. ദുബായും ഷാർജയും അബുദാബിയും റിയാദും ജിദ്ദയും എല്ലാം അതിവേഗം വളരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അഫ്ഗാനിസ്ഥാനും യമനും സോമാലിയയും വീണുകിടക്കുന്ന അതേ ഗർത്തത്തിലേക്കാണ് ചരിത്രം ഉറങ്ങുന്ന ഡമാസ്കസും പോകുന്നത്. ഭൂമിയെ നരകമാക്കാൻ തയ്യാറാക്കി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിടിയിൽ നിന്ന് മോചനം നേടും വരെ സിറിയ ഒരു കലാപ ഭൂമിയായി തുടരും. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിലാപങ്ങൾ അവിടെ നിന്നും ഇനിയും ഉയർന്നു കേൾക്കും.